ഗായത്രി കൂടി ചേരുന്നു. മധ്യ കേരളത്തിലും മഴ കുറെ കൂടി കനക്കും എന്ന് പറയുമ്പോഴും ഇപ്പോൾ വലിയ തോതിലുള്ള മഴയുടേതായ ആഘാതങ്ങളോ കാര്യങ്ങളോ ഇല്ല. അതാ ഗായത്രി വളരെ മഴയൊന്നുമില്ലാത്ത കൊച്ചിയിൽ നിന്ന് രാവിലെ ലൈവിനെത്തിയിട്ടുണ്ട് മഴക്കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഗായത്രി, ഗുഡ് മോർണിംഗ്. മഴ പെയ്യുമോ? ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. പെയ്യാതിരിക്കട്ടെ. 2 ദിവസമായിട്ട് എന്തായാലും ഒരു ആശ്വാസകരമായ ഒരു കാലാവസ്ഥയിലാണ് എന്തായാലും എറണാകുളം ജില്ലയിലുള്ളത്. അത് ഇന്നലെ രാത്രിയിലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് ഈ നേരം വരെയും അങ്ങനെ തന്നെ തുടരുന്നു. കാര്യമായ മഴക്കെടുതികൾ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നമ്മുടെയും ഒരു ആശ്വാസമാണ്. അത്തരത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. യെല്ലോ അലർട്ടാണ് ഇന്ന് ജില്ലയിൽ നിലനിൽക്കുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും നല്ല മഴ പ്രവചിക്കുമ്പോഴും മധ്യ കേരളത്തിൽ എന്തായാലും കാര്യമായ മഴ ഇതുവരെയും പെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ദിവസങ്ങളായി നിലനിൽക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം അത് എന്തായാലും കൃത്യമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളടക്കം തീരദേശത്ത് താമസിക്കുന്ന ആളുകളടക്കം കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി കാലാവസ്ഥയെ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും അത്തരത്തിൽ മുന്നറിയിപ്പുകളുണ്ട്. ഇന്നലെ ഒരു പെരിയാറിൽ ഒരു കാട്ടാനയുടെ ജഡം ഒഴുകിയെത്തിയതാണ് ഇന്നലെ കൊച്ചിയിൽ നിന്നുണ്ടായ ഒരു വാർത്ത എന്ന് പറയുന്നത്. കോതമംഗലത്തെ പൂയംകുട്ടിയാറിലാണ് ഇത്തരത്തിൽ ഒരു മഴവെള്ളപ്പാച്ചിലിൽ പെട്ടുപോയൊരു കാട്ടാന ചരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ ഫോറസ്റ്റ് അധികൃതർ എത്തി അവിടെ കോതമംഗലത്ത് വെച്ച് തന്നെ ആ ജഡം കണ്ടെടുക്കുകയും തുടർന്ന് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതാണ് ഇന്നലെ മഴയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്തുണ്ടായിട്ടുള്ള വസ്തുത. എന്നാലും ഇപ്പോൾ ഈ നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയം ചെറിയൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. എന്തായാലും രാത്രിയിലും ബുദ്ധിമുട്ടുകളൊന്നും മഴയുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നിലവിൽ ശാന്തമായ ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിൽ തുടരുന്നത്. ഏതായാലും ഗായത്രി തൽക്കാലം പറഞ്ഞു നിർത്തി. കാരണം പറഞ്ഞ് വേഗം ഒരു മഴ വരുത്തിക്കേണ്ട, മഴ പെയ്യിക്കേണ്ട എന്നാണ് ഗായത്രിയുടെ ഒരു ലൈനെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമാണ്. കാര്യമായ മഴയില്ല. പക്ഷേ മധ്യ കേരളത്തിലും കാര്യമായ മഴയുടെ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോൾ മഴ പെയ്യാത്ത കൊച്ചിയിൽ നിന്നുമാണ് മഴയുടെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ഗായത്രി നമ്മളോട് സംസാരിച്ചത്. ശരി ഗായത്രി, താങ്ക് യു. അപ്പോൾ അവധി എന്നത് പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം അവധി എന്ന പൊതു അന്തരീക്ഷം, പൊതു തീരുമാനം നിൽക്കുന്നത് പാലക്കാട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ്. അതേസമയം കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തും, ഇപ്പോൾ കാസർഗോഡും കോഴിക്കോടും എടുക്കാം, അവിടെ സ്കൂളുകൾക്കാണ് അവധി പറഞ്ഞിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾക്കും മറ്റും അവധി പറഞ്ഞിട്ടില്ല. കാസർഗോഡും അതുപോലെ തന്നെ കോഴിക്കോടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മലപ്പുറത്തേക്ക് പോയാൽ കൊണ്ടോട്ടി, അരീക്കോട് ഭാഗത്താണ് അവധി പറഞ്ഞിട്ടുള്ളത്. പ്രാദേശിക തലത്തിലാണ്. ഇടുക്കിയിലേക്ക് വന്നാൽ ദേവികുളം താലൂക്കിലും ചിന്നക്കനാൽ പഞ്ചായത്തിലുമാണ് സ്കൂളുകൾക്ക് അവധി പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ അവധിയെക്കുറിച്ച് വന്നിട്ടുള്ള വിവരങ്ങൾ.